1998 കോയമ്പത്തൂർ സ്ഫോടന പരമ്പര കേസിൽ മുഖ്യപ്രതികളിൽ ഒരാൾ പിടിയിൽ. ടൈലർ രാജയാണ് ഛത്തീസ്ഗഡിൽ നിന്ന് പിടിയിലായത്. റഹീസ് ചെന്നൈയിൽ ചെയ്യുന്നു. റഹീസ്, ഏകദേശം 27 വർഷത്തിന് ശേഷമാണോ പ്രതി പിടിയിലാകുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? എവിടെ നിന്ന് പിടികൂടി? സുഹൈൽ, 26 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കോയമ്പത്തൂർ സ്ഫോടന പരമ്പര കേസിലെ ഒരു പ്രധാനപ്പെട്ട പ്രതിയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ പരിശോധന നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു കഴിഞ്ഞ കുറേ നാളുകളായി ഇദ്ദേഹത്തിന് പിന്നിൽ തന്നെ ആയിരുന്നു ഇവർ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്ര വർഷങ്ങൾ, ഏതാണ്ട് 2.5 പതിറ്റാണ്ടിലധികമായി സമർത്ഥമായി പോലീസിനെയും ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികളെയും ഒക്കെ വെട്ടിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പല സ്ഥലങ്ങളിലായി ഒളിച്ചു കളയുകയായിരുന്നു. ഛത്തീസ്ഗഡിലായിരുന്നു പ്രധാനമായിട്ടും ഇദ്ദേഹം ഒളിച്ചു താമസിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം അനുസരിച്ച് ഇദ്ദേഹത്തിനെ കർണാടകയിൽ നിന്നാണ് പിടികൂടിയത്. ഛത്തീസ്ഗഡിലാണ് ഇദ്ദേഹം ഒളിച്ചു കഴിഞ്ഞത്, പക്ഷേ കർണാടകയിൽ നിന്ന് പിടികൂടിയെന്നാണ് പറയുന്നത്. ഈ അല്ലുമ്മയുടെ സജീവ പ്രവർത്തകൻ, നിരോധിത സംഘടനയായിട്ടുള്ള ഈ കോയമ്പത്തൂർ സ്ഫോടന കേസിൽ നടത്തിയത്, അല്ലെങ്കിൽ ഈ സ്ഫോടനം നടത്തിയ അല്ലുമ്മയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകരായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലായിരുന്നു ഈ ബോംബുകളും മറ്റുമൊക്കെ സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 4 പ്രതികളിൽ ഒരാളായിട്ടാണ് ഇദ്ദേഹത്തിനെ അന്ന് ഐഡന്റിഫൈ ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ എന്തായാലും 26 വർഷങ്ങൾക്ക് ശേഷം പിടികൂടിയിരിക്കുന്നു. നിലവിൽ ഇദ്ദേഹത്തിനെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം 2 മർഡർ കേസുകളിൽ കൂടി, കൊലപാതക കേസുകളിൽ കൂടി പ്രതിയായിട്ടുണ്ട്. അപ്പോൾ ഇതുമൊക്കെയായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹത്തിനെ ഇപ്പോൾ എന്തായാലും ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ന് റിമാൻഡ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുഹൈൽ.